ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യമാണ്. ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിനെ അതിനെ ഗുണമാക്കി തീർത്തു. ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല പകലിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിൽ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനൊക്കെ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഈ പകൽ എത്രത്തോളം സഹായിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങയുടെ ജനത്തെ കടാക്ഷിക്കുകയും തൃക്കൺപാർക്കുകയും ചെയ്തല്ലോ. ഈ പകലും അങ്ങ് ഞങ്ങളെ ശക്തീകരിച്ചതിനാൽ സ്തോത്രം. സന്നിധി ബോധം നൽകണമേ. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുക. ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയമൂലം കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈ പകലിനായി കർത്താവിന്റെ മഹത്വം ദൈവദാസന്മാർക്കും കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കൾക്കും ദൂരത്തിരുന്ന് ആരെങ്കിലും വീക്ഷിക്കുന്നെങ്കിൽ അവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ സന്ദേശങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരെ കൂടി ദൈവം കേൾപ്പിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നും പ്രാരംഭ സമയം തന്റെ വിലപ്പെട്ട ദാസനെ കൂടി ലഭിച്ച വിലയേറിയ ആലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ പ്രതിനിധി ദൈവം സഹായിക്കും. ഇന്നലെ രാത്രിയിലെ കൺവെൻഷൻ ഉണ്ടായിരുന്നു മുണ്ടത്താനത്ത്. നല്ല കൂട്ടമായിരുന്നു. അത് ലൈവ് ചെയ്തില്ല. ചെന്നപ്പുറം വൈകി. പിന്നെ പ്രശ്നം തീർന്ന 10:30 ധാരാളം പേരവിടെ കൂടുവാനിടയായി. അതിനുശേഷം തിരിച്ച് ഞങ്ങളതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ലേറ്റായി. ഉറക്കക്കുറവുള്ളത് കൊണ്ട് അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട്. എങ്കിലും ദൈവജനത്തിന്റെ പ്രാർത്ഥനയാലും ദൈവത്തിന്റെ കൃപയാലും നടത്തുന്നത് ഓർത്ത് ദൈവത്തിന് ഈ മൊബൈലിൽ കൂടി ഇതെടുക്കുന്നത് കൊണ്ട് ക്ലിയർ ആകുന്നുമില്ല. അത് പല ബുദ്ധിമുട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവുകയോ ക്ലിയർ ആകാതിരിക്കുകയോ ശബ്ദം കേൾക്കാതിരിക്കുകയോ പല അപാകതകളുണ്ട്. എന്നാൽ കാര്യങ്ങളെല്ലാവരും ഒന്ന് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ അത് നന്നായിട്ട് ചെയ്തായിരുന്നു. എല്ലാവരും SI ആയാലും നടക്കുകയല്ല. പോലീസില്ല. 10 പേര് SI ആയാൽ പിന്നെ ഒന്നും നടക്കുകയായിരുന്നു. എങ്കിലും ഈ ദിവസങ്ങളിൽ അത് ദൈവത്താൽ ഒരുക്കപ്പെടട്ടെ. നമ്മുടെ ഷായിജാൻ അത് നല്ല രീതിയിൽ കാണാനും കേൾക്കാനും അതെല്ലാം ക്രമീകരിച്ച് വന്നിരിക്കുന്നത്. അത് ഒക്കുന്നില്ല. അതിൻ്റെ അപാകത കൊണ്ട് ഈ ദിവസങ്ങളിൽ അതിൻ്റെ ക്രമീകരണം ഉണ്ടാകട്ടെ. ഇന്നലെ വായിച്ച വാക്യമാണ് ഇന്ന് വായിച്ചത്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചില്ല, വാക്യം വായിപ്പിച്ചതേ ഉള്ളൂ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത് വാക്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളത് പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ ദോഷം വിചാരിച്ചു, പക്ഷെ ദൈവം അത് ഗുണമാക്കി. ഭാരങ്ങൾ നേരിടും, നേരത്തു താങ്ങിടും, സാരമില്ലെന്നോ
ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. യോസേഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന കാര്യം ദൈവത്തിന് നിങ്ങൾ എന്നെ നേരെ ദോഷം വിചാരിച്ചു. ഈ വെളിയിലുള്ളവര് ദോഷം വിചാരിക്കാതെ നമുക്ക് അത്ര മനപ്രീഡ ഉണ്ടാകുകയില്ല. കളിക്കാത്തുള്ളവര് ഒരു സമയം കൂടുന്നവര് ദോഷം വിചാരിച്ചാലോ? ഇതൊക്കെ എന്റെ അഭിപ്രായം പറയാം. നിങ്ങളുടെ വീട്ടിൽ പാർക്കുന്ന അപ്പൻ, അമ്മ, സഹോദരി, സഹോദരൻ, ഭാര്യ, ഭർത്താവ്, പിള്ളേര് നിങ്ങൾക്കെതിരെ ദോഷം വിചാരിച്ചാൽ, അപ്പുറത്തുകാർ ദോഷം വിചാരിച്ചാൽ അതിലുമുണ്ട് അവരപ്പുറത്തെ വീട്ടിലാണ്. നമുക്ക് വലിയ മനപ്രീഡ. പിന്നെ ഒരപ്പനും അമ്മയും ജനിപ്പിച്ച പിള്ളേരാണ്. ഒരമ്മ എന്ന് പറയുന്നില്ല, 4 സ്ത്രീകൾക്ക് ജനിച്ച കുട്ടികളാണ്. 4 സ്ത്രീകളുടെ പേര് സഹോദരിമാര് ഉറക്കെ പറയണം. സഹോദരന്മാര് പറയരുത്, സഹോദരിമാര്. നാല് സ്ത്രീകൾ ലേയായും റാഗേലും ബിൽഗയും ശില്പയും. ചന്ദ്രഭാഷ കണ്ണു കാണിക്കുന്ന സാറാ പറഞ്ഞല്ലോ എന്നാണ്. സുമയാന്റി പറഞ്ഞിട്ടില്ല, സാറ പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയാണോ എന്ന് അറിയത്തില്ല. എന്തായാലും റാഗേലും ലേയായും ബിൽഗയും ശില്പയും 4 സ്ത്രീകൾ. അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ല തെറമുള്ള സ്ത്രീകൾ. എന്താ തെറമുള്ള സ്ത്രീകൾ, സൂതികർമ്മണികള്. എബ്രായ സ്ത്രീകളെ പറ്റി ഭർത്താവോട് വന്ന മതമത ഈ പെണ്ണുങ്ങളെ കണ്ട് നിങ്ങളുടെ കൊച്ചുങ്ങളെ ഞെക്കി കൊല്ലാൻ കേട്ട നേഴ്സുമാരല്ല, പെൺപൈപ്പോ ഇങ്ങനെ ഇല്ലേ? ഇംഗ്ലീഷിലൊക്കെ ഒന്നാമത്തെ പുറപ്പാട് 1-ാം അധ്യായം. Exodus chapter 1 verse 3. അപ്പൊ ഈ സൂതികർമ്മണികൾ ഈ 2 സ്ത്രീകളെ പിള്ളേരെ കൊല്ലാൻ വിട്ടതാണ്. ജനിക്കുന്ന പിള്ളേരെ എല്ലാം ഞെക്കിക്കൊണ്ടു. സ്തോത്രം. അപ്പൊ അന്ന് മുതലേ ഈ പെണ്ണുങ്ങളെ വെച്ച ആ കാര്യമില്ല. പിന്നെ നമ്മളൊരു കടയിൽ കയറിയ കൂടുതൽ പെണ്ണുങ്ങളല്ലായിരിക്കുന്നത്. ചുമ്മാ പോകുന്നതിനും ചാടി തുണിയുടെ അറ്റത്ത് പിടി തിരിഞ്ഞേച്ചോടെ എടുക്കാനൊന്നും എല്ലാരും ഞാൻ നിർമ്മലൊന്നും പറഞ്ഞില്ല. അവന് തുണിയുടെ ആവശ്യമേ ഇല്ല. എന്നല്ല അവൻ ചാടി സംസാരിക്കാതെ നടന്ന് അത് ബിസിനസിന്റെ ട്രിക്കാണ്. സ്ത്രീകളെ ഇപ്പൊ ഇഷ്ടം പോലെ ഫുൾട്ടാൻ അവൻ അതിലെ കൂടെ കയറ്റി വന്ന് കറക്കി. ഇന്നലെ അന്നാരാണ് 5 രൂപയ്ക്ക് പെട്രോൾ അടിച്ചത്. 5 രൂപയ്ക്ക്. അപ്പൊ ഒരു സ്ഥലത്തിന് ഇല്ല. അപ്പൊ പിന്നെ പോയി 10 രൂപയ്ക്ക് എടുക്കാൻ പറയാം. മാസം എങ്ങനെ പെട്ടെന്ന് ഞാൻ സകല കേസ് വാങ്ങി. സ്തോത്രം. അത് നമ്മുടെ വിഷയത്തില് ഒരു ഓഫീസിനകത്തേക്കും
സ്ത്രീകൾക്ക് പരിഗണനയുണ്ട്. നമ്മൾ വേറെ ഗ്രൂപ്പാണ് വന്നാൽ പോലും എടുത്ത് അവരുടെ സംഭവം പറയേണ്ടതാണ്, അത് പറയുന്നില്ല. പണ്ടൊരാൾക്ക് വിദേശത്ത് ജോലി കിട്ടി, അതിന്റെ ചരിത്രമാണ് പറയേണ്ടത്, ഇപ്പൊ പറയുന്നില്ല. അപ്പോൾ ഈ രണ്ട് സ്ത്രീകള് മിഡ്വൈഫ് എബ്രായ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഇതുങ്ങളെ ഞെട്ടിക്കൊല്ലണം, അല്ലെ എങ്ങനെയും കൊല്ലണം. അതിലെ രണ്ട് സ്ത്രീകളെ ഈ സ്ത്രീകളുടെ പേരും അവിടെ എടുത്തിട്ടുണ്ട്, സിപ്രയും പൂവായും. സിപ്ര പൂവ രണ്ടും കൂടെ പോവുക. എന്തിന്? കൊച്ചുങ്ങളെ സിപ്രയും പൂവായും കൂടെ രാവിലെ പോവുക കൊച്ചുങ്ങളെ. പക്ഷെ ഈ സ്ത്രീകളെ കുഞ്ഞുങ്ങളെ ഞെട്ടിക്കൊല്ലാൻ എബ്രായ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ മനസ്സ് വരും. അതുകൊണ്ട് സൂതികർമ്മണികൾക്ക് ദൈവം നന്മ ചെയ്തു. അങ്ങനെ എങ്ങനെ എങ്ങനെ വായിച്ചു? സൂതികളോ ഈ മിഡ്വൈഫിൽ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടു. സൂതികർമ്മണികൾ ദൈവത്തെ ഭയപ്പെടുകയുണ്ട്. അല്ല അവരെ വായിച്ച സമയം. അതുകൊണ്ട് ദൈവം സൂതികർമ്മണികൾക്ക് നന്മ ചെയ്യും. എന്റെ ഒരു അഭിപ്രായമാണ്. അതുകൊണ്ടായിരിക്കും നേഴ്സുമാരെല്ലാം ദൈവമാണ് സഹായിച്ച് നന്മ ചെയ്യുന്നത്. അനുഗ്രഹമല്ല, അനുഗ്രഹമാണ് നന്മ, ഭൗതിക നന്മ. 10ാം ക്ലാസ് പോലത്തെ സാൻകുട്ടി നേഴ്സിനെ കെട്ടി, അവൻ ബോംബെ ചെന്ന് അവിടെ നേഴ്സിനെ കെട്ടി. ഇപ്പം UK ചെറിയ കമ്പനിയിലെങ്ങാണ്ട് പറഞ്ഞു കൂടി. നിങ്ങൾ ഇരിക്കാതെ നമുക്ക് വന്ന് മതിയായിരുന്നു. ഈ പറഞ്ഞ ഇതിന്റെ കാര്യമൊന്നുമില്ല. കർത്താവ് പറഞ്ഞ വാക്യം ഉള്ളതുകൊണ്ട് ഞാൻ നന്മ ചെയ്ത കാര്യമായി പറയാം. കാണിക്കാതെ വലിയ സങ്കടവുമില്ല. ഇപ്പം അപ്പൊ ഏതായാലും ഈ സൂതികർമ്മണികൾക്ക് ദൈവം നന്മ ചെയ്യും. അതിന് ഒരു കാരണം, ഇവര് ദൈവത്തെ ഭയപ്പെടും. അത് നേഴ്സുമാരാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും കമ്പൗണ്ടർ ആണെങ്കിലും അവിടുത്തെ പിയൂണാണ് ആരാണെങ്കിലും, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിനക്ക് നന്മ ചെയ്യും. ദൈവം ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കും. നീ ദൈവത്തെ ഭയപ്പെടുന്ന ആളാണോ? ദൈവപേടിയുണ്ടോ? ദൈവത്തോട് നിനക്ക് വല്ല ദൈവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ മനുഷ്യനെ ബോധിപ്പിക്കാനാണോ? നീ ദൈവമായിട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇത് ചിലർ പെന്തിക്കോസിനെ ബോധിപ്പിക്കാൻ വന്നിരിക്കുന്നത്. പെന്തിക്കോസ് വെച്ച് കല്യാണം നടന്നു, ഇനിയിപ്പോ ചെന്നില്ലെങ്കിൽ നാട്ടുകാർക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ലേ, എന്നാ പിന്നെ അവിടെ പോയി ആൾക്കാർ അത് പേടിച്ച് എന്നാ പോയി അവിടെ പോയി കുത്തിരുന്ന അപ്പഴേ പെന്തിക്കോസില്ല. അതിനിപ്പോ ഞങ്ങളാൽ പിള്ളേർ ചിന്തിക്കാൻ അവിടെ അപ്പടെ പോയി അതുപോലെ വന്നിരിക്കുക. ഭാര്യ ഇനിയിപ്പം അവിടെ കൂടെ ഒന്ന് പോകാം. ഞാൻ തന്നെ ഒരു സ്ഥലത്ത് പോകുന്നത് മുമ്പേ വെച്ചിട്ട് ഗോവു തന്നെ പിമ്പേ ഗമിക്കും. ഞായറാഴ്ച സഹോദരി ബൈബിളുമായിട്ട് സ്പീഡിലാണ് വരുന്നത്. അയാൾ ആ വരവ് കണ്ടില്ല, മമ്മി പറഞ്ഞു ബൈബിളും കണ്ടത് വെച്ച് ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. ചിലർക്ക് ഭർത്താവിന് നിനക്കത്തായി, ഭാര്യയ്ക്ക് വേറെ പോകണം ഇല്ല. എന്നാ പിന്നെ
അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു ഉടിയാനായിട്ട് അവിടെ തന്നെ അങ്ങ് പോകാൻ. ഇത് ഉടിയാനാണ്. ഈ ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെയുള്ളവരെ ആരാധനയ്ക്ക് കണ്ടാറില്ല. അവരുടെ മുഖവും രീതി അവരിരിക്കുന്നത് കണ്ടാറില്ല. അവർക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചുമ്മാ വേഷം കെട്ടി കിടക്കണം. പിന്നെ ആരാണ്ട് പറഞ്ഞതുപോലെ കമ്മന്മാരെ ഊഴ അത് വന്ന് ഊഴി ചില കാശിന് ആവശ്യമുണ്ട് എന്നാൽ ഊഴി പണയം വെച്ചു. മിണ്ടുന്നില്ലല്ലോ. അല്ല മിണ്ടിയിട്ട് കാര്യം എന്തെങ്കിലും മിണ്ടായിരിക്കുന്നതാണല്ലോ. ഇമാരുന്ന് ആറുമാവ് കണ്ടായിരുന്നു. ദൈവമായിട്ട് ബന്ധം വേണ്ടേ? നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിനക്ക് നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരൂ. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരൂ. ഞാൻ ആ വാക്യത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് എന്റെ ഒരു അഭിപ്രായം അതുകൊണ്ടായിരിക്കാം നേഴ്സുമാർക്കെല്ലാം നന്മ സ്തോത്രം. പണ്ടൊക്കെ ഇപ്പോഴല്ല, പണ്ടൊക്കെ നേഴ്സിംഗിന് പോകുന്നെന്ന് പറഞ്ഞ ഏതാണ്ട് വലിയ നാണക്കേട്. പക്ഷെ അത് പോലെ നേഴ്സുമാരെ എല്ലാം ദൈവം അനുഭവിച്ചത് പറയാം. നന്മ അനുഭവിച്ചു. അത് ദൈവത്തിന്റെ വിശ്വാസം. നേഴ്സിനെ കിട്ടിയ അച്ചായൻ 58 കൊല്ലം മുമ്പ് അമ്മാമ അമേരിക്കയിൽ പോയി. അച്ചായൻ അതിന്റെ പുറകെ പോയി. അന്ന് അമ്മാമ നേഴ്സിംഗ് പോയപ്പോ നാട്ടുകാരും കുടുംബക്കാരും എല്ലാം ആക്ഷേപിച്ചതാണ്. എനിക്ക് പലരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് നേഴ്സിംഗിന് പോയാൽ കുടുംബത്തിൽ പറഞ്ഞവർക്ക് ചോദിച്ചതാണോ? ചോദിച്ച പുള്ളി അവസാനം അനാഥാലയത്തിൽ കിടക്കുക. അമ്മാമയാണ് അവിടെ അടിച്ച് കസറി. അന്ന് ആക്ഷേപിച്ചവരല്ല. ശരി, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു നേഴ്സും ഇല്ല. അവിടെ പറയും. പക്ഷെ അന്ന് പോയവർക്കെല്ലാം ദൈവം നന്മ ചെയ്തു. അവർക്ക് നന്മ ചെയ്തതുകൊണ്ട് അനേകർക്ക് ആ നന്മയുടെ ഓഹരി പ്രാപിപ്പാനും ഇടയായി. ഞങ്ങൾ മാസ്റ്റർമാരൊക്കെ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ ആ നേഴ്സുമാരും വളരെ കഷ്ടപ്പെട്ട് അതിലൊരു വിഹിതം സ്വോത്രകാഴ്ച തരുന്നത് കൊണ്ടൊക്കെ ഞങ്ങളുടെ കാര്യം ദൈവത്താൽ നടക്കുന്നു. നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യം ഇല്ല. കാരണം ഇനിയിപ്പം നേഴ്സിംഗിന് പോയിട്ട് വലിയ സ്തോത്രം.
നിങ്ങൾ ഓർക്കുന്ന അമേരിക്കയിലും പേർഷ്യയിലും ഉള്ള നേഴ്സുമാർക്ക് ചുമ്മാ കാശുണ്ട്, നല്ല ശരിക്കും അധ്വാനിച്ച കാശുണ്ട് നല്ലതുപോലെ. നിങ്ങൾ ഓർക്കുന്ന അമേരിക്കയിലെ അമ്മാമ കൊടുത്ത നേഴ്സാണ്, അമ്മാമ തന്നെ ശരിക്കും അധ്വാനിച്ചാണ്. ഇവിടുത്തെ നേഴ്സുമാരെ പോലെ ഇവിടുത്തെ നേഴ്സിനെ നമ്മൾ വിളിച്ചാൽ പോലും വരികയില്ല, വന്നാൽ തന്നെ മോഹം തെളിയത്തുമില്ല. രാവിലെ ഒന്ന് വിളിച്ചു സിസ്റ്റർ ട്രിപ്പ് തീരാനായിട്ടായിരുന്നു. അപ്പൊ പിന്നെ വീഡിയോയും ക്യാമറയൊക്കെ വെച്ച് ഇതിന്റെ കുറച്ചൊക്കെ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സുമാരൊക്കെ ഒന്ന് ചെന്നേ. എല്ലാവരും അല്ലെങ്കിലും ചിലര് നല്ല മാന്യമായിട്ട് ഇടപെടുന്നത്. പക്ഷെ അമേരിക്കയിലും പേർഷ്യയിലും അങ്ങനെ നോക്കത്തില്ല, നന്നായിട്ട് അധ്വാനിക്കണം. 10-200 കിലോയുള്ള മാതാമ്മമാരുണ്ട്, അതിനെയൊക്കെ പൊക്കി മറിക്കാൻ തന്നെ. ഞാൻ നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞതല്ല, നന്നായിട്ട് അധ്വാനിക്കണം. ഡ്യൂട്ടിയുടെ ടൈം നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ അവർ അധ്വാനിച്ച ആകാശമുണ്ടാണ്. നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾ എന്തോ ജോലി ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞു എന്തോ ആ കൂടെ ചെയ്യുന്നതല്ല. ഇപ്പം തുണി കഴുകണ്ട, വാഷിംഗ് മെഷീനകത്തോട്ട്. ഞാൻ എല്ലാവരുടെയും കാര്യം പറയല്ല, വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടച്ച് സ്വിച്ച് ഇട്ടച്ച് രണ്ട് ഞക്ക് അതവിടെ കിടന്ന് കറങ്ങുമോ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഒരാളെ കുഞ്ഞം വെച്ചല്ല, മുഴുവൻ ആൾക്കാരുടെ കാര്യമാണ്. പ്രായമുള്ള ഒരു അപ്പനും അമ്മയും വീട്ടിലില്ല, അവരുടെ സമയത്ത് ഭക്ഷണം കൊടുക്കുക, കാട്ട് കൊടുക്കുക, ചോറ് കൊടുക്കുക. അത് അമ്മായിമ്മയോട് വഴക്കുണ്ടാക്കി, അല്ലെ മരുമകളോട് വഴക്ക്, എല്ലാം പടങ്ങല്ലേ. പ്രായമുള്ള ഒരു അമ്മയുണ്ട്, രാവിലെ 5 മണിക്ക് വേണ്ടേ? നിങ്ങൾ എന്തേലും പറ. ഇനി ഞാൻ 3:30 ആയാലും നിർത്തുകയല്ല. പ്രായമുള്ള അപ്പനും അമ്മയുണ്ട്, രാവിലെ ഒരു കട്ടനിട്ട് കൊടുക്കണ്ടേ? അപ്പനെ അമ്മ തല്ലി കൊടുത്തു, അല്ലെ അവരെ തല്ലിയേച്ച് നമ്മൾ ഓടിപ്പോകും. അപ്പൊ ആ വഴി നിങ്ങൾ പറ, ഒന്നും ചെയ്യണ്ടത്. ഒരു കണ്ണാടിയില്ല, ഒരു ഡാമില്ലൊന്നുമില്ല, അല്ലെ ചാണകം അരിയോ കൂട് ഇപ്പോഴത്തെ രീതിയെ ജീവിത ശൈലി പറയുന്നത് ഒന്നും. ഫ്ലാറ്റിലെ ജീവിതം മിറ്റോത്ത് നോക്കണ്ട, ഫ്ലാറ്റിൽ നിന്ന് ബാൽക്കണി ഇരുന്ന് അപ്പുറത്തെ ബാൽക്കണിയിലെ ബേബിനെ ഇങ്ങനെ കണ്ണു കാണിച്ചാൽ മതി. ഈ ബാൽക്കണി ഇരുന്ന് അപ്പുറത്തെ അവിടെ ഇരുന്ന് ബേബിയെ മിറ്റം നോക്കണ്ട. നിങ്ങൾ എന്തേലും പറ. അവിടെ ഫ്ലാറ്റിലൂടെ മിറ്റം 7-ാം നില മിറ്റം ഉണ്ടോ? കളികൾ നോക്കണ്ട, ചപ്പടിക്കണ്ട, ഒന്ന്. ഞാൻ ജീവിതത്തിന്റെ ഒരു ക്രമമായി പറയാം. വില പോലെ 2 പിള്ളേരുണ്ട്, അതിനൊക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട. വില പോലെ 2 എണ്ണം ചിലപ്പോ എഴുതിയുള്ളതല്ല. ഭർത്താവിനോട് പറഞ്ഞു വരും പോലും 3 ദോശ. അപ്പൊ അതും രാവിലെ ഇവൻ പിന്നെ പെണ്ണാപ്പൂരായതുകൊണ്ട് ഞങ്ങളുടെ വല്യമ്മച്ച് പറഞ്ഞ പെണ്ണാപ്പൂവൻ ആണുമല്ല, അതാ പെണ്ണാപ്പൂവൻ ആണുമല്ല. സ്തോത്രം. പക്ഷെ അമേരിക്കയിലെ സഹോദരന്മാർ നന്നായിട്ട് അധ്വാനിക്കുന്നവരാണ്, പേർഷ്യയിലൊക്കെ. ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ജീവിതത്തിന്റെ വശമായി പറഞ്ഞു തരുന്നത് എന്തോ വലിയ സ്തോത്രം. നിങ്ങൾ എന്തായാലും പറ. ഞാൻ പറയാത്ത കാര്യമല്ല ഈ പറഞ്ഞത്. ഒരു 90% വീടുകളിലും ഒരു അധ്വാനമില്ല. സ്തോത്രം. എന്നും തൂത്തുവാരുന്ന വീട് എത്ര എണ്ണമുണ്ട്? എന്നും ആഴ്ച 2 ദിവസം 3 ദിവസം തൂത്തുവാരും. എന്നും ബാത്റൂം ശരിക്കും കഴിയുന്ന വീട് എത്ര എണ്ണമുണ്ട്? ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എന്നും ബാത്റൂം എന്നും
കാര്യം നല്ലതുപോലെ പറയണം, അത് ഞാൻ പറയുകയും ചെയ്യും. ഞാൻ ഇവിടെ വേടക്കാട്ടിലെ റെനി പാസ്റ്റർ, നമ്മൾ മദ്രാസിൽ പോയപ്പോൾ കയറിയിരിക്കും റെനി, അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. കുഞ്ഞും വീട്, അന്ന് ചാണകം ഇട്ട് മെഴുകുന്ന വീടാണ്. അവിടെ അവരുടെ ബാത്റൂമില്, ഇതൊക്കെ ഞാൻ എൻ്റെ ദൃഷ്ടിപ്പെട്ട കാര്യങ്ങളായി പറയുന്നത്, അവർ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ പറയുന്നു. അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രാവിലെ എല്ലാവരും ബാത്റൂമിലൊക്കെ കയറി പോയി കഴിഞ്ഞ് കുഞ്ഞമ്മാമ ദിനചര്യകളെല്ലാവരും, ഞാനിവിടെ അവിടെ ഉണ്ടാകും, മക്കളും ഒക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അവിടെ അച്ചമുച്ചാനൊക്കെ അന്ന് ബാത്റൂമില്ല, അവരും ഇവിടെ വന്ന നമ്മുടെ റെനി പാസ്റ്റർ ബീഹാറിൽ അവരും ഒക്കെ എല്ലാം കഴിയുമ്പോൾ മാമ ഇപ്പോഴും ഞാൻ നോക്കും, എന്തോ ഈ ബാത്റൂം വഴിയിലൊക്കെ ഒഴിക്കുന്നതിന്റെ പേര് പറഞ്ഞ കാർപ്പിക്കും. അതുകൊണ്ട് അവിടെ ഒഴിച്ച് എന്നും അതിട്ട് നന്നായിട്ട് കഴുകും. എന്നും ബാത്റൂം കഴുകുന്നത് കോന്നി തടി പിടിക്കുന്ന കഴുകിയോ? എന്നും. ഇനിയിപ്പോ നിങ്ങൾ ചിന്തിക്കാം, ഇനി എന്റെ ആയുസ് ഞാൻ ബാത്റൂമിൽ കയറുകയില്ല, നീ നാശോപ്പിച്ച് വെക്കരുത്. അല്ല, വളരെ ഗുണമായല്ലേ ചിന്തിക്കുന്നത്. നേരെ ഞാൻ പറമ്പിലേക്ക് പോകുള്ളൂ, അതാണ് അതിന്റെ മര്യാദ. പറമ്പ് ഇഷ്ടം പോലെ അടങ്ങല്ലേ, അപ്പറയാണ് റബ്ബർ തോട്ടം, അതാണ് അതിന്റെ മര്യാദ. അവരെന്നും അത് തേച്ച് കഴിക്കും. ഒരിക്കലെ അവരുടെ അനുജത്തി അമേരിക്കയിൽ നിന്ന് അവരെവിടെയോ പോയിച്ച് പിന്നൊരു ദിവസം വരുന്നെന്ന് ഞാൻ പറഞ്ഞത്. അവര് വന്നപ്പോൾ യാത്ര ചെയ്യുന്ന ക്ഷീണത്തിൽ ബാത്റൂമിൽ ഞാനവിടെ നിൽക്കുമ്പോൾ അവർ തിരിച്ചു വന്നിട്ട് പറയാം, എന്റെ കുഞ്ഞിനെ എന്റെ ബാത്റൂമിനകത്ത് ചോറ് വെള്ളത്തിന് കിട്ടാൻ പോയി. അമേരിക്കയിൽ നിന്ന് വന്നവര് സാക്ഷ്യം പറഞ്ഞതാണ്. വരുന്നെന്ന് അറിയാമെങ്കിൽ അവർ വരുന്നതിന്റെ ഒരു വൃത്തിയാക്കലാണ് നമുക്ക് ഓർക്കാൻ പുറത്ത്. ഞാൻ എന്നോടല്ല പറഞ്ഞ, അവര് എഴുതിയേക്കും കൂടെ പറഞ്ഞ എന്റെ ബാത്റൂമിൽ ചോറ് വളർത്തും. നിങ്ങൾ ചിന്തിക്കാം, കുഞ്ഞമ്മയ്ക്ക് ഒരു ജോലിയില്ല, അവരുടെ ബാത്റൂം കഴിക്കുന്നു കഴിഞ്ഞാൽ മതിയല്ലോ. അതായിരിക്കില്ല. 9 പശുവുണ്ട്, 9 പശു അതിന്റെ കിടാവും. ഒൻപത് പശു. ഒറ്റ പശുവിനെ വേറെ ആരും വരില്ല, അമ്മാമ തന്നെ അല്ല, അമ്മാമ്മ പിള്ളേർ കൂടാ. പണി കണ്ടോ? എന്നും അവരുടെ വീട് തൂത്ത് തുടയ്ക്കും. പിള്ളേരുണ്ട്, അവരുടെ എല്ലാവരുടെ കൂടിയാണല്ലോ. ഒരു വീട് നന്നാകണേ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ എല്ലാവരുടെ കൂടെ, എല്ലാവരുടെ കൂടി എങ്ങനെ വീട് നന്നാവുള്ളൂ. ഭാര്യ തന്നെ കിടന്ന് അധ്വാനിച്ചാൽ ശരിയാവില്ല, ഭർത്താവ് തന്നെ കിടന്ന് അധ്വാനിച്ചാൽ ഒക്കത്തില്ല, മക്കൾ തന്നെ അധ്വാനിച്ചാൽ ഒക്കത്തില്ല, അമ്മമാരും മാതാപിതാക്കൾ തന്നെ ആ വീട്ടിൽ എല്ലാവരുടെ ചേർന്ന് പ്രവർത്തിക്കണം. എങ്ങനെയാ വീട്? സ്തോത്രം. 9 പശു അന്ന് അതിന്റെ ആവും ഈ വീട്ടിൽ പെട്ടത് കൂടി. ഇത് വേറെ ഉണ്ട്, ഒറ്റ യോഗം മുടക്കുകയല്ല, അതിലും ശ്രേഷ്ഠം. ഒറ്റ യോഗം. ഞാൻ ആ വീട്ടിലെ വർഷങ്ങൾ താമസിച്ചു, ഒരൊറ്റ യോഗം അവർ മുടങ്ങി. സഭയിൽ 10 മണിക്കാണോ 9 അവർ അങ്ങനെ പോയിച്ചു. ഉപവാസപ്രാർത്ഥനയും മുടക്കുകയല്ല, വീട്ടുപ്രാർത്ഥനയ്ക്കും പോകും. വണ്ടിയൊന്നുമില്ല, നടന്നാ പോകുന്നത്. നല്ല കാര്യം നല്ലതാണ് പറയട്ടെ. ഇത് പറഞ്ഞ നിങ്ങളുടെ മോഹമല്ലോ ഉടനെ നല്ലതാണ്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെയാണെന്ന് പോകുന്നതായിരിക്കും. അങ്ങനല്ല, ഒരു വീട് നന്നാകണമെങ്കിൽ അത് എന്റെ വീടോ നിങ്ങളുടെ വീടോ ആരുടെ ആകട്ടെ, ദൂരെ കേൾക്കുന്നവര് കാണാം. ആ വീട് നന്നായി പോകണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒന്നിച്ച് യത്നിച്ചെങ്കിലേ
അത് നന്നായി പോകും. സ്തോത്രം. ഒരാൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ഒരാൾ മിറ്റത്തെ പണി ചെയ്യണം. അതാണ് ഒരാൾ തുണി ഉണ്ടെങ്കിൽ അത് കഴുകുക, അടുത്ത് പെറുക്കുക ചെയ്യണം. അങ്ങനെ ഇതിന്റെ കൂട്ടായിട്ട് പ്രവർത്തിക്കണം. എന്നെ ഞാൻ വല്ലതും പറയണോ അതോ ഇരിക്കുന്നതായിരിക്കും നല്ലതല്ലേ? അതിപ്പം ഉള്ളത് വെച്ചിട്ട് പ്രായം അപ്പമാര് തോന്നിക്കുന്നത് നല്ല ചായയും അമ്മച്ചിക്കും ഒക്കെയാണ്. അതുകൊണ്ട് വെച്ചോണ്ട് പറയട്ടെ, പ്രായമുള്ളവരെ ബഹുമാനിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുകൊണ്ട് കഴിവിന്റെ പരമാവധി ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നതാണ്. സ്തോത്രം. നിങ്ങളിൽ ചിലര് നല്ലതുപോലെ വിഷമിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കും. എനിക്ക് മുഖഭാവനമൊന്നുമില്ലെങ്കിലും മുഖഭാവം കാണുമ്പോൾ എനിക്ക് ഏറെ കുറയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ആ വിഷയത്തിൽ ഞാൻ നിൽക്കുന്നില്ല. നിന്നാൽ ചിലപ്പോൾ നിങ്ങൾ നാളെ പകൽ യോഗത്തിന് കാണാൻ സാധ്യത കുറവാണ്. അല്ലെ നിങ്ങൾ അന്വേഷിക്കുന്ന നാളെ കൂടി തന്നെ ആണോ? എന്നാ പിന്നെ ഞാൻ വരാതിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ യോഗം മുടക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നന്നായിട്ട് അധ്വാനിക്കണം. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യത്തിലാണ് പോയി എന്താ ആ കൂടെ വന്നത് ആളുകൾ അന്യം കൂട്ടാനും അതുകൊണ്ട് വലിയ മരം പോലെ ഞാൻ ഈ വീട്ടിൽ കിടന്ന് ഞാൻ തോരൻ വെച്ചു. തോരൻ വെച്ചാൽ നീ ചട്ടിക്കകത്ത് കയറിയിരുന്നോ? തോരൻ അടിഞ്ഞേക്ക് അതിനകത്ത് നീ കയറിയിരുന്നു, അടുപ്പില്ലാത്ത നീ അതിനകത്ത്. ഞാന് അമേരിക്കയിൽ ചെന്നപ്പോൾ, അമേരിക്ക പോയ ചരിത്രം പറയാനല്ല, അങ്ങനെ ചിന്തിക്കരുത്. ചിങ്ങവനത്തെ മോൻസി ഉണ്ടായിരുന്നു. അപ്പം ലാസർജി മാത്യു അവളുകളും ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങൾ 3 പേരും കൂടെ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ ആ വീട്ടിലെ പാസ്റ്ററും സഹധർമ്മിണിയും പിള്ളേരും കൂടെ അവരുടെ പിതാവ് സീരിയസ് ആയതുകൊണ്ട് നാട്ടിലോട്ട് കയറുമ്പോൾ ചാവിയല്ല ഞങ്ങളുടെ തലച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിക്കും, ഞങ്ങൾ വരുന്നത് വരെ. അപ്പൊ ഞങ്ങൾ 3 കൂടെ താമസിച്ചു. എനിക്ക് അല്പമായ ജോലിയൊക്കെ അറിയാം. അപ്പോൾ മോൻസിക്ക് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ മോൻസിയെ പഠിപ്പിച്ചു ചില കാര്യം. അതൊരു മോൻസി എന്നോട് പറയുക, മോൻസി ചിലപ്പോൾ ലൈവിലുണ്ടായിരിക്കും, കേൾക്കണം. ഉള്ള മോൻസിയുടെ പെമ്പടയുടെ പേര് ഞാൻ മറന്നു. മീൻ കൂട്ടാൻ വെക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ട് മോൻസ് പറഞ്ഞു, എനിക്ക് അച്ഛാ ഇത് ചെയ്യുന്നതിനാണോ ഇപ്പോൾ എന്നോട് കഷ്ടപ്പാടാണ്? ഞാൻ ഇന്നല്ല അറിയുന്നത് ഇതിന് ഇത്രയും കഷ്ടപ്പാട്. ഞാൻ നാട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ, ഞാൻ നല്ല വശം എടുത്താണ്. അതുകൊണ്ട് ഈ ചില ആൾക്കാർ വീട്ടിൽ കഷ്ടപ്പാടാ ജോലിയാന്ന് പറഞ്ഞാൽ ഞാൻ കാക്കാചനവാദം വെച്ചു പൊട്ടപ്പാസന്മാരുടെ എന്ന് പറഞ്ഞോണം. അവര് പറഞ്ഞു നമ്മുടെ കഷ്ടപ്പാട് നമുക്ക് കർത്താവ് എന്റെ കവളച്ചെടുത്ത് ചിലവാകുക, അംഗീകരിക്കത്തുമില്ല, പാകവച്ചും തരികയില്ല. പിന്നെ കയറി ഉടക്കത്തില്ല. ഒരു കൂട്ടാൻ വെക്കുന്ന ചോറ് വെക്കുന്നൊന്നുമില്ല, അത് ജോലിയേ അല്ല. അപ്പൊ നിങ്ങൾക്കത് ജോലിയായിട്ട് വലിയ സാഹചര്യം ഭാരമായിട്ട് പോകാനില്ല, പുള്ളിക്ക് തോന്നുന്നില്ല. തങ്കച്ചാനൊക്കെ തോന്നുന്നില്ല. ആ വീട്ടോട് ചെല്ലണ്ട, അതുകൊണ്ട് പറയട്ടോ. ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഇനി ഏത് മേഖലയിൽ നന്നായിട്ട് അധ്വാനിക്കണം. ഏത് രക്ഷപ്പെടണമെങ്കിൽ, ഏത് വിഷയത്തിൽ നന്നായി വരണമെങ്കിൽ ഏത് മേഖലയിലും നന്നായിട്ട് അധ്വാനിക്കണം. ഇത് ഞങ്ങൾ
ശുശ്രൂഷകന്മാർ ഞങ്ങൾ നന്നായിട്ട് അധ്വാനിക്കണം. ചുമ്മാ എഴുന്നേറ്റ് ചള്ളും പട്ടും പറഞ്ഞ് ആരും മക വെക്കുമോ? 1-2 ദിവസം കേൾക്കും, പിന്നെ ആരും വിളിക്കുകയല്ല. നമ്മൾ പുള്ളിയോട് മെനക്കേടാന്ന് പറയും. ഭൂലോക മെനക്കേടാ, ഇങ്ങോട്ടൊന്നും അഥവാ ഞാൻ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് വചനം ധ്യാനിച്ചു. അവസരം കിട്ടുമ്പോഴൊക്കെ വചനം എനിക്കറിയത്തില്ല. അവിടെ വചനം ധ്യാനിക്കണം, അറിയാവുന്ന കാര്യം നോട്ട് ചെയ്യണം, വേണ്ട അധ്വാനിക്കട്ടെ. അറിയാൻ മേലാത്ത പാട്ട് പഠിക്കണം, സമയം എടുക്കണം. വേറെ എന്നാ ജോലി? വേറെ മീൻ പിടിക്കാൻ കടലിലൊന്നും പോകുന്നില്ലല്ലോ. സ്തോത്രം, അധ്വാനിക്കണം. ഞാനിപ്പോഴും ഒരു നല്ല പാട്ട് ആരെങ്കിലും പാടി എനിക്ക് അറിയാൻ മേലാത്ത ഞാനത് പഠിക്കും. ശ്രദ്ധിക്കും. നന്നായിട്ട് അത് അനുമതി പൗലോസ് നന്നായി ശുശ്രൂഷിക്കുന്ന അധ്വാനിക്കുന്ന മൂപ്പന്മാരെ അങ്ങനെ നന്നായി. ഞാൻ റഫറൻസ് ഒക്കെ മറന്നു പോയി. എനിക്കിപ്പം ആ വാക്ക് വായിച്ചു പാസ്റ്റർ, എനിക്ക് ഇപ്പൊ ഇച്ചിരി ഓർമ്മക്കേടുണ്ട്. നന്നായിട്ട് അധ്വാനിക്കുന്ന മൂപ്പന്മാരെ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ റഫറൻസ് എന്ന് പറഞ്ഞേ 5:17 തീമോഥെയോസിന്റെ 1-ാം ലേഖനം 5:17 നന്നായിട്ട് വായിച്ചേ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേക വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ, അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണണം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ അങ്ങനല്ലേ? വിശേഷം അങ്ങനല്ലേ? നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേക വചനത്തിലും ഉപദേശത്തിലും അതാ നന്നായിട്ട് വചനത്തിൽ അധ്വാനിക്കണം. ഒരു വേറെ പുസ്തകം വായിക്കത്തുമില്ല, നോക്കുകയില്ല, ധ്യാനിക്കുകയില്ല, പഠിക്കുകയില്ല. നിങ്ങൾ ശവസംസ്കാര ശുശ്രൂഷ തരുന്ന ബാത്തുമാരിൽ നിന്ന് തെറ്റിക്കുക. വൃത്തികാലകനും 15 90 സങ്കീർത്തനം വെളിപാട് 22 തെറ്റിയതോ അബദ്ധമാണ്. എനിക്കാണെങ്കിൽ അസ്വസ്ഥത. മനുഷ്യന് തെറ്റ് പറ്റാം, ഒരു വാക്ക് തെറ്റി അല്ലെങ്കിൽ പോട്ടെ, 2 തെറ്റി പോട്ടെ. നാട്ടിൽ വേറെ വർഷത്തില് നാട്ടിലൊരു പഴമടിയുണ്ട്, 1 പഴച്ച 3 ആയിക്കോട്ടെ. ഇത് വായിക്കുന്ന വാക്യം മുഴുവൻ ഈ ചുമ്മാ ഇരിക്കുമ്പോ ലേഖനം 15 90 സങ്കീർത്തനവും യെശയ്യാ 53 തിരുമേശയുടെ ഭാഗമല്ലേ അല്ലേ? അല്ലെ? അതിനെ സംബന്ധിച്ച് 2 പാട്ട് അതൊന്ന് നോക്കി അറിയത്തില്ല, നിങ്ങളൊന്ന് എഴുതിയെടുത്ത് അധ്വാനിക്കണം. നന്നായി അധ്വാനിക്കാതൊന്നും രക്ഷപ്പെടുകയല്ല. ഒരു ജോലി ചെയ്യാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരു ജോലിക്കും പോകുകയല്ല. കാലം വെച്ച് തളവെല്ലാം വരപ്പിച്ചിരിക്കാൻ നമ്മളീ ചായ റെഡിയായോ? സ്തോത്രം. നന്നായിട്ട് അധ്വാനിക്കണം. ജോലി ചെയ്യാൻ മനസ്സിലാക്കാൻ തിന്നരുതാണ് അവിടുത്തെ സ്തോത്രം. ജോലി ചെയ്യാൻ കഴിയാത്തത് ഉപദേശമായി വന്നേനാ. നന്നായിട്ട് അധ്വാനിച്ചില്ലെങ്കിൽ കഴിക്കരുത്. ഉപദേശത്തിലും അധ്വാനിക്കത്തില്ല, വചനത്തിലും അധ്വാനിക്കത്തില്ല, ആത്മീയത്തിലില്ല. 8 പൊറോട്ട അതിനടുത്ത കറി. ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. ഇനി അരിശം കയറി ഇനി മേലിന് സഭയിൽ നിന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ പഴയ ആൾക്കാർ പറയും ജിജുമച്ചൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ജിജുമച്ചൻ ഞാൻ കണ്ടിട്ടില്ല, നല്ല ആചാരബാഹുവാണ്, നല്ലതുപോലെ കഴിക്കുമായിരുന്നു. വീട്ടിൽ 5 പേരെയൊക്കെ പണിക്ക് വിളിക്കാം. അന്നത്തെ കാലത്ത് പറമ്പി പണിക്ക് 5 പേരെ പറമ്പി പണിയാൻ വിളിക്കാം. 5 പേർക്ക് ഭക്ഷണമല്ല അമ്മ രാവിലെ ക്രമപ്പെടുത്തി. പക്ഷെ സമയത്ത് 5 പേരും വന്നില്ല. അപ്പൊ ജിജുമച്ചൻ പറഞ്ഞു, തൂമ്പാൻ കൊടുത്തോളം ഞാൻ 5 പേരുടെ പണി കൂടി ചെയ്തു, 5 പേരുടെ ഭക്ഷണവും കഴിച്ചു. അത് കുഴപ്പമില്ല, നമ്മൾ ഒരു പണിയും ചെയ്യത്തില്ല. പക്ഷെ
ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. അവന്റെ ശരീരത്തിന്റെ ആക്കം അനുസരിച്ച്. തങ്കച്ചാൻ കഴിക്കുമ്പോഴല്ല ഞാൻ കഴിക്കുന്നത്, ഞാൻ ചെറിയ കഴിക്കും. തങ്കച്ചാന്റെ ശരീരത്തിന് പ്രകൃതിയില്ല. ഞാൻ കഴിക്കുമ്പോൾ തങ്കച്ചാനെ കഴിക്കാൻ മുഖത്തിൽ. അതുപോലല്ല പാസ്റ്റ്, അതുപോലല്ലേ ചിലി പാസ്റ്റ്, അതുപോലല്ലേ ട്യൂബ് പാസ്റ്റ്, അതുപോലല്ലേ കുഞ്ഞ്. ശരീരത്തിന്റെ ആക്കവും സ്ഥിതി അനുസരിച്ച് കഴിക്കണം. കഴിക്കുന്നതല്ല, നന്നായിട്ട് കഴിക്കണം. ആഹാരം കഴിച്ചാലല്ലേ ബലം ഉണ്ടാകുള്ളൂ. അപ്പത്തിന് നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യണം. നന്നായിട്ട് നന്നായിട്ട് അതിന്റെ അസ്വസ്ഥത ഉണ്ടാകണം. സ്തോത്രം. നന്നായിട്ട് ജോലി ചെയ്യണമെന്ന്. സ്തോത്രം. വിശേഷിച്ച് ഞങ്ങൾ ഉപദേശമായിട്ട് കാര്യം നന്നായിട്ട് വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കണം. അങ്ങനെയുള്ളവര് ഇരട്ടി മാനത്തിന് അങ്ങനെ ചില പാസ്റ്റേഴ്സിനൊക്കെ നല്ലതുപോലെ അവിടെ നന്നായിട്ട് അധ്വാനിക്കുന്നു വചനത്തിലും. പുള്ളി വന്നപ്പോ പുള്ളി നന്നായിട്ട് ഉപദേശത്തിനും വചനത്തിൽ അധ്വാനിക്കും. അതുകൊണ്ട് പുള്ളിയെ ഇരട്ടി മാനത്തിന് വേറെ ദിവസം വായിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, ഉപദേശം അറിയാൻ പ്രമാണത്തിൽ നിന്നെ പുള്ളിയെ പോലെ മാനിക്കണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് കിട്ടണമെന്ന് പറയരുത്. അത് കിട്ടണമെന്ന് ആ പഠിത്തമൊക്കെ GBM-ലാണ് നല്ല പഠിത്തം. അവിടെ പെട്ടെന്നൊന്നും പാസ്റ്റർ ആക്കത്തുമില്ല. 10 കൊല്ലം വേല ചെയ്യണം. 10 കൊല്ലം വേല എന്ന് പറഞ്ഞാൽ പാവിടണം, കസേരയില്ല തൂത്ത് കൊടുക്കണം, കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് വിശ്വസ്തനാ കുഴപ്പമില്ലെന്ന് കണ്ട 10 കൊല്ലം കഴിയുമ്പോൾ മൂപ്പനാക്കും. ആ 10 കൊല്ലം കൂടെ നന്നാണെന്ന് കണ്ടു കഴിയുമ്പോൾ 20 കൊല്ലമാണ്. അന്നേരം പാസ്സാണ്. നമ്മളന്ന് 20 സെക്കൻഡ് കൊണ്ട് രാവിലെ വന്ന് പുറകിരുന്ന് സന്ധ്യ ആകുമ്പോൾ സ്റ്റേജിൽ കയറ്റി പാസ്സാക്കി. എല്ലാം കൂടെ 7 മണിക്കൂർ കൊണ്ട്. എട്ടാമത്തെ മണിക്കൂർ പുള്ളി ലീഡ് ചെയ്തിരുന്നു. അയ്യോ, ഇത് എന്നതാന്ന് പോലും പുള്ളിക്ക് അതാ പണ്ട് പിടിച്ച് പണ്ട് കർത്താവാകുന്ന യേശു ക്രിസ്തു എല്ലാവരും ഓടിക്കോടാൻ. ഇവരറിയാൻ പറ്റില്ല, അനൗൺസ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. ചുമ്മാ പിടിച്ചു കർത്താവാകുന്ന യേശു ക്രിസ്തു എല്ലാവരും ഓടിക്കോ. ചേതാവടി തക്ക മൈക്ക് പിടിച്ച് പഠിച്ചു ഉണ്ടായിട്ടാണ് കടന്നു വരുമ്പോൾ സംബന്ധിപ്പിന് എന്തെങ്കിലും പ്രായമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കർത്താവ് യേശുക്രിസ്തു എല്ലാവരും. അപ്പൊ ഏത് മേഖലയിലും നന്നായിട്ട് അധ്വാനിക്കണം. അധ്വാനിച്ചെങ്ങനെ അതിന്റെ പ്രതിഫലം കിട്ടുള്ളൂ. സ്തോത്രം. സ്തോത്രം. അതെ, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. അപ്പൊ ഈ സൂതികർമ്മണികൾ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ദൈവം അവർക്ക് നന്മ ചെയ്തു. ഞാനൊരു കാര്യം ദൈവമക്കളോട് എന്നെ കേൾക്കുന്നതോട് പറയാം, നീ ദൈവത്തെ ഭയപ്പെട്ടാൽ ദൈവം നിനക്ക് നന്മ തരും. പാസ്റ്റർമാരൊന്നും ഭയപ്പെടണ്ട, അവരെ ബഹുമാനിച്ചാണ്. ഭാര്യയെ ഭയപ്പെടണ്ട. സ്തോത്രം. ബലഹീന മാത്രമല്ല, ബഹുമാനപ്പെടുത്താൻ മതി. ഭർത്താവിനെ ഉദ്ദേശിക്കുന്നതിനുള്ള ഭയം വേണ്ട. മക്കളെയും ഭയപ്പെടേണ്ട. മാതാപിതാക്കളെയും പേടി, അങ്ങനെയുള്ള ഭയമല്ല. ഏതാ ഭീകര ഭയമല്ല. അവരെയൊക്കെ ബഹുമാനിക്കണം. പക്ഷെ ഭയപ്പെടേണ്ടത് ദൈവത്തെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന മനുഷ്യരാണ് ദൈവത്തെ ഭയപ്പെടാം. നീ ദൈവത്തെ ഭയപ്പെട്ടാൽ നീ അറിയാത്ത നന്മയുടെ വഴി ദൈവം നിനക്ക് ഒരുക്കും. എവിടുന്ന എങ്ങനെ എപ്പോഴാ ആരാണെന്ന് നമുക്കറിയത്തില്ല. അവിടുന്ന് നിനക്ക് നന്മയുടെ വഴി തുറക്കും. നാം ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കർത്താവ് നമ്മുടെ ദൈവം നമുക്ക് നന്മ തരുന്ന ദൈവമാണ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരും. അതിനുള്ള പ്രമാണമാ നീ ദൈവത്തെ ഭയപ്പെടണം. ഈ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേടിച്ചിരിക്കുന്നതല്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും പറയരുത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു കാര്യത്തിലും ഇടപെടരുത്. സ്തോത്രം. ഇത് കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 5 മിനിറ്റ് കെട്ടി അങ്ങനെ സിനിമ കാണും. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായില്ല. 2 മിനിറ്റ് കിട്ടി അങ്ങനെ അവരുടെ കുറ്റം പാടില്ല. അത് ദൈവത്തിന് ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരു ഇഷ്ടമാണ് മാസ്റ്റർ. 2 മിനിറ്റ് കിട്ടി അവിടെ ദോഷമല്ലേ.
ഫോൺ എടുത്ത്. മരുമകളുടെ കുറ്റം അമ്മായിയമ്മ, അമ്മായിയമ്മയുടെ കുറ്റം പറ. നിങ്ങളെന്നെ മിണ്ടാത്ത നീ ഫോൺ എടുത്ത് നിന്റെ അമ്മായിയമ്മയുടെ കാര്യം ആരോടൊക്കെയാ പറയണേ? നിങ്ങൾ പറയുന്നില്ലെന്ന് പറയുന്നുണ്ട് പറഞ്ഞതറ രണ്ടിലൊന്ന് പറഞ്ഞു വേണം പകലത്തെ യോഗം നിർത്താൻ. നിങ്ങൾ ഇന്നത്തെ ഇപ്പം യോഗം നിർത്തുന്നില്ല, മിക്കവാറും 3 മണി വരെ പോകും. നീ മരുമകളുടെ കുറ്റം ആരോടൊക്കെയാ ഫോൺ എടുത്ത് പറയണേ? ദൈവത്തിന് ഇഷ്ടമാണ്. നീ ഭാര്യയുടെ കുറ്റം ആരോടൊക്കെ പറയുന്നു? ദൈവത്തിന് ഇഷ്ടമാണ്. ഭർത്താവിന്റെ കുറ്റം നീ ആരോടൊക്കെ പറയുന്നു? ദൈവത്തിന് ഇഷ്ടമാണോ? ഇതെല്ലാം കാട്ടുകൂട്ടിയ ചെയ്ത നീ ഇവിടെ കൈയടിക്ക് ആരും അവർക്ക് ശരി പറയുന്നത് നീ ഒരു കല്ലാച്ചോ സ്ഥാപിച്ചിരിക്കാണോ ചങ്കടച്ചു പോയതാണോ? നിങ്ങളെല്ലാം കൂടി ഒപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് ഡൗട്ട് അടിക്കും. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നിന്നാൽ എനിക്ക് സംശയം വരും. ഈ കൂട്ടുവിശ്വാസികളെ കുറ്റമെങ്കിൽ ഫോൺ എടുത്ത് പറയാനേ നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ദൈവത്തിന് ഇത് മാത്രമേ ഇഷ്ടമുള്ള രീതിയിലാണ്. അവിടുത്തെ ഇഷ്ടം ചെയ്യണം. ബാക്കി നാളെ മിക്കവാറും നാളെ ആള് വരുമെന്നെനിക്കും തോന്നുന്നില്ല. വരുന്നത് വരട്ടെ. അല്ലെ പിന്നെ ഒന്നുമില്ല ഇല്ല അതെടുത്തപ്പോ അതിനകത്ത് 5-6 പേര് കാണുമല്ലോ. അവർക്ക് ഇത് ദൈവത്തിന്റെ തിരികെ നടക്കണം. നിന്റെ നാമനെ നിയന്ത്രിക്കണം. നിന്റെ സ്വഭാവത്തെ ക്രമീകരിക്കണം. നിന്റെ ജീവിതഗതികൾക്ക് മാറ്റം. പ്രാർത്ഥിച്ചു പോകുന്ന കാര്യം നടക്കുക. വെള്ളം കഞ്ഞി കുടിക്കാതെ ആളുകൾ കഴിഞ്ഞു. എന്തിന് അങ്ങനത്തെ ഒരു കാര്യമില്ല. ഉച്ചയ്ക്ക് വയറും ചോറ് കഴിച്ചോണം. ഈ സ്വഭാവത്തിന് മാറ്റം വരുത്താതെ കഞ്ഞി വെള്ളം കുടിക്കാൻ വരുന്ന നിനക്ക് പിന്നെ ക്ഷാമം വന്നു തീർന്നു. ആയുസിന് രക്ഷപ്പെടുകയല്ല. ജീവിതത്തിന് ക്രമീകരണം വരുത്തി കാര്യത്തെ പരിഹാരം ഉണ്ടാക്കാതെ കഞ്ഞിയും വെള്ളം കുടിക്കാതിരുന്നാൽ ദൈവം അടിക്കും. നിന്നെ അടിക്കുക മാത്രമല്ല ആയുസ് രക്ഷപ്പെടുകയല്ല. സ്തോത്രം സ്തോത്രം. ജീവിതത്തിൽ ന്യായങ്ങളെല്ലാം ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊന്നും പറയരുത്, പ്രവർത്തിക്കരുത്, ചെയ്യരുത്, ഇടപെടരുത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്റെ നിന്നിഷ്ടം ചെയ്യുവാൻ രാവിലെ മുഴുവൻ പ്രാർത്ഥിച്ച ആരാധനക്കാരുടെയായി വിഷയങ്ങൾക്ക് വേണ്ടി ആരാധിപ്പാൻ കൃപ നൽകി. കർത്താവിന്റെ കരുണയ്ക്കായി സ്തോത്രം. കേൾപ്പിച്ച വചനത്തിനായി ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിനെ ഭയപ്പെട്ട് ദൈവിക നന്മകൾ പ്രാപിച്ച് വിശ്വസ്തരും വിശുദ്ധരുമായി ജീവിപ്പാൻ കൃപ നൽകണം.
അടുത്ത ഈ സെക്ഷൻ ഗംഭീരമാക്കണം. നാളെ നടക്കുന്ന യോഗങ്ങളും വരവ് താമസിച്ചാൽ വിടുതലാക്കണം. പുത്രനെ മഹത്വപ്പെടുത്തണം.